അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത റൂം. ഇത് സെക്കന്ദരാബാദിലെ റാണിഗഞ്ച് എന്ന സ്ഥലമാണ്. അവിടുത്തെ ദേവി റെസിഡൻസി എന്നാണ് ഈ ഹോട്ടലിൽ പേര്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇവിടെയാണ് നമ്മൾ താമസിച്ചത് ഇന്നലെ. ഇന്നും താമസിക്കുന്നത് ഇവിടെ തന്നെ, റാണിഗഞ്ച്. അതായത് നമ്മൾ ഈ പിറകെ കാണുന്നതാണ് ചാർമിനാർ. അപ്പോൾ അതായത് ഇതിൻ്റെ ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ 1591 ഹൈദരാബാദിൽ നിന്ന് ഫ്ലാഗ് നിർമ്മാർജ്ജനം ചെയ്തപ്പോൾ അതിൻ്റെ അതിൻ്റെ സ്മാരകമായിട്ട്, അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ച ഒന്നാണ് ഇതെന്നാണ് പറയുന്നത്. ഞാനിതിനൊന്ന് സഞ്ചാരം റേഞ്ച് ആക്കിക്കോട്ടെ ഗൈസ്. അതായത് ഒന്ന് സഞ്ചാര റേഞ്ചിൽ ഞാൻ വെറുതെ എന്ന് പറഞ്ഞോട്ടെ. 1591 ഹൈദരാബാദിൽ നിന്ന് ഫ്ലാഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ് ചാർമിനാർ. ചാർമിനാറിൽ നിന്നാൽ 4 മിനാരങ്ങളുടെ പള്ളി എന്നാണ് അർത്ഥം. ഖുതുബ് ഷാ രാജവംശത്തിൻ്റെ സുൽത്താൻ മുഹമ്മദ് ഷാജി ഖുതുബ് ഷയാണ് ഈ സ്മാരകം സ്ഥാപിച്ചത്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? अच्छा है. ഞാൻ ചോദിച്ച് ഇതിന് വേസ്റ്റ് ബിൻ ഉണ്ടോ കേട്ടാ. ഇവിടെ അങ്ങനെ പറഞ്ഞത് വേസ്റ്റ് ബിൻ ഒന്നും എവിടെയെങ്കിലും കളയാതെ. ഇതാണ് നമ്മുടെ മൾബറി. കേരളത്തിൽ അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല എന്നല്ല, വളരെ കുറവാണ്. ഈ ചാർമിനാറിൻ്റെ ബാക്ക് സൈഡൊക്കെ ഫുള്ള് ഇതുപോലെ ഷോപ്പിംഗ് സ്ഥലമാണ്. ഇതെന്ന് പറയുന്നത് 4 എണ്ണം 4 ചുരിദാർ 100 രൂപ എന്നാണ് പറയുന്നത്. ദയവ് ചെയ്ത് വാങ്ങിക്കരുത്, കാര്യം ഫുൾ ഉടായ്പാണ്. ഈ സെക്കൻഡ് തുണികളൊക്കെ വാങ്ങിച്ചിട്ട് അവർ വിൽക്കുന്നത്. അതായത് നമുക്കിപ്പോൾ അനാഥാലയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീടുകളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇതിനെ തേച്ച് ഫ്രണ്ട് സൈഡ് മാത്രം കാണിച്ചിട്ട് വിൽക്കും. വീട്ടിൽ ഞാനൊന്ന് വാങ്ങിച്ചു, പക്ഷേ അയ്യോ അഴുക്ക സാധനം. നമ്മളങ്ങനെ ചാർമിനാർ അവിടെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വന്നു. പക്ഷേ എൻ്റെ പൊന്നരത്തി വൃത്തി എന്ന് പറഞ്ഞ സാധനം എവിടെ നോക്കിയാലും മുറുക്കാൻ കുപ്പിച്ച ഇതും ബഹളവും വൃത്തിയില്ല. ഓരോ വണ്ടിക്കാരൻ ബൈക്കൊക്കെ ഹെൽമെറ്റ് ഒന്നും ഇല്ല. ഫുള്ള് നമ്മളെ പുറത്തുകൂടി വണ്ടി ഓടിച്ചിട്ട് പോകും. അമ്മാതിരി ദാരിദ്ര്യം, വൃത്തിയില്ലായിരുന്നു. നമ്മൾ വിചാരിച്ചു ഇവിടെ ഹൈദരാബാദ് ആദ്യം കണ്ടപ്പോൾ, പിന്നെ രാത്രി കണ്ടപ്പോൾ അയ്യോ എവിടെ നോക്കിയാലും വൃത്തി കാര്യങ്ങളും പെടുത്തു. ഞങ്ങളുടെ ഇപ്പോൾ തെറ്റുണ്ട്. ഞാനും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, അമ്മയ്ക്കൊക്കെ ബാഗും മറ്റു കാര്യങ്ങളും കുറച്ച് ചുരിദാറൊക്കെ. പക്ഷെ അത് കാണിക്കാനുള്ള സൗകര്യം എനിക്ക് കിട്ടിയില്ല. കാര്യം ഇത് ഭയങ്കര തിരക്കും ബഹളമൊക്കെയാണ്. ഇതാണ് പ്രശസ്തമായ ചൗമഹല്ല പാലസ്. അതാണ് പ്രൊനൗൺസിയേഷൻ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം കയറുമ്പോൾ ഉള്ള ഇതിൻ്റെ വിഷ്വൽസാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല അല്ലേ? എനിക്ക് തോന്നുന്നു എല്ലാം കാണാൻ അടിപൊളിയാണല്ലേ? അതായത് ഹൈദരാബാദിലുള്ള നിസാംമാരുടെ കൊട്ടാരമാണ് ചൗമഹല്ല പാലസ് എന്നാണ് അറിയപ്പെടുന്നത്. 4 കൊട്ടാരങ്ങൾ എന്നാണ് ഈ ചൗമഹല്ല പാലസിൻ്റെ അർത്ഥം. അസഫ് ജാഹി രാജവംശത്തിൻ്റെ ആസ്ഥാനവും ഹൈദരാബാദ് നിസാംമാരുടെ ഔദ്യോഗിക വസതിയുമായിരുന്നു എന്നാണ് പറയുന്നത്. നിസാം സലാബത്ത് ജംഗ് ആണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്.
1750 സലാബത്ത് ജംഗ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. 1857 1869 അഫ്സൽ അദ് ദൗല, ആസഫ് ജാ അഞ്ചാമൻ എന്നിവരുടെ കാലത്താണ് ഇത് പൂർത്തിയാക്കിയത്. യസ്ര രാജകുമാരുടെ നേതൃത്വത്തിൽ 2005 2010 കൊട്ടാരം പുനർനിർമ്മിക്കുകയും ചെയ്തു. ഇതിൽ IS മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. അയ്യോ കാണാൻ പോകുന്നു, കണ്ടുകൂടെ? കണ്ടോ ഗൈസ്, ഇതിൽ ISO മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ISO മുദ്ര IS ആണ് നേരിട്ട് അറിയാം. ഇതിപ്പോ ഫോണിൽ കാണുമ്പോൾ വലിയ ഗുണമൊന്നുമില്ലെങ്കിലും നേരിട്ട് കാണും. അയ്യോ അയ്യോ. നമ്മൾ ഈ പറഞ്ഞ ചൗഹല പാലസിലെ വിൻറ്റേജ് കാർസ് ആകെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയ, അല്ലെങ്കിൽ പയ്യന്മാർക്ക് ഇൻട്രസ്റ്റിംഗ് ആകെ ഏക ഒരേ ഒരു കാര്യം റോൾസ് റോയ്സ് സിൽവർ ഗോഷ് 1912 മോഡലാണ് ഇത്. കൊള്ളാല്ലേ? ഇത് നാപ്പിയർ ടൈപ്പ് L 7640 HP 1906 മോഡലാണ്. ഏതാണ്? നാപ്പിയർ അല്ലേ? ഇതും നാപ്പിയർ ടൈപ്പ് L 1906 മോഡൽ. അതിനകത്ത് തിരിയാണ് കത്തിച്ചേക്കുന്നത്. അതെങ്ങനെ പുറത്തോട്ടടിക്കും? അത് അകത്ത് മിറർ പോലെയല്ലേ വെച്ചിരിക്കുന്നത്. ഭയങ്കര റിഫ്ലക്ഷൻ. ഹരി, ഈ നിമിഷത്തിൽ നിന്റെ അടുത്ത് എനിക്ക് ഒരു കാര്യം പറയാം. 1934 മോഡലാണ്. 1934. ഈ റിഫ്ലക്ഷൻ കാരണം ഒന്നും കണ്ടുകൂടെ. കണ്ടുകൂടാ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മൾ ബാവർച്ചി ബിരിയാണിയുടെ ഇൻ സെർച്ച് ഓഫ് ബാവർച്ചി ബിരിയാണി കഴിക്കാനായി ഹൈദരാബാദിലെ മറ്റൊരു കോണിലേക്ക് ബാവർച്ചി ബിരിയാണി കഴിക്കാൻ പോയി. ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഗൂഗിൾ കടയിൽ ഏകദേശം 81,000 റേറ്റിംഗ് കണ്ട ബാവർച്ചി ബിരിയാണി കഴിക്കാനായി ബാവർച്ചി റെസ്റ്റോറൻറ്റിലേക്ക് ശേഷം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ബാവർച്ചി ബിരിയാണി. ഈ സെയിം കട തന്നെ ഇവിടെയും ഉണ്ട്. അവിടെ പോയിട്ട് ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞത് വെയിറ്റിംഗ്. നിറയെ ഫ്ലേവേഴ്സ് ഉണ്ടല്ലേ? ടേസ്റ്റ് ഉണ്ടല്ലേ? ഫ്ലേവർഫുൾ ആണ്. അങ്ങനെ അതിന്റെ ടേസ്റ്റ് നമുക്ക്
വിവരിച്ച് പറയാൻ പറ്റില്ല. പറ്റൂല. എന്നാൽ കൊള്ളാം. എങ്ങനെയാണ് ഔട്ട് ഓഫ് 5 എത്ര റേറ്റ് ചെയ്യും? 4.8. അത് ശരി ചേട്ടനാ കൊള്ളാം അല്ലേ? നല്ലതുണ്ട്. ഒറ്റ പീസ് ചിക്കനേ ഉള്ളൂ അല്ലേ? അങ്ങനെ നമ്മൾ ഹൈദരാബാദ് വളരെ ചെറിയ രീതിയിൽ ഒന്ന് എക്സ്പ്ലോർ പറയാനൊന്നും പറ്റില്ല, എന്നാലും വളരെ ചെറിയ ആകെ എക്സ്പ്ലോർ ചെയ്ത് ബാവർച്ചി ബിരിയാണി കഴിച്ചു. അപ്പോൾ ബാവർച്ചി ബിരിയാണി കഴിച്ചപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് 3 ഫുൾ ചിക്കൻ ബിരിയാണി, പക്ഷേ നമുക്ക് കിട്ടിയത് ഹാഫല്ല, ഒരു 130. അതായത് നമ്മൾ ഓർഡർ ചെയ്ത് 220 പെർ പ്ലേറ്റ് 220, പക്ഷേ കിട്ടിയത് 130. അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരു പീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബിരിയാണി കൊള്ളായിരുന്നു. കാര്യം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ബിരിയാണിയായിട്ട് ഒരു ബന്ധവുമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ കൊള്ളാം, മോശമൊന്നുമില്ല. മന്തി പോലെയൊക്കെ തോന്നിയില്ലേ? ഒരു ചെറിയൊരു മന്തി അങ്ങനെ എന്നാലും ചെറിയൊരു മന്തിയിലെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ചെറിയൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. പക്ഷേ അതാണ്. പക്ഷേ നമ്മൾ വിചാരിച്ചു നമുക്ക് ഈ ഫുള്ളാണെന്ന് വിചാരിച്ച് നമ്മൾ ഹാഫ് എടുത്തത്. പക്ഷേ ഹാഫിനുള്ള ക്വാണ്ടിറ്റി മതി. സത്യം പറഞ്ഞാൽ ഒരു പീസ് ചിക്കനും അത് 130 രൂപയേ ഉള്ളൂ. അതാണ് മറ്റൊരു കാര്യം. അല്ലാതെ കൊള്ളാം, രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ബാവർച്ചിന്ന് ബിരിയാണി കഴിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ റൂമിലെത്തി. അതായത് നമ്മുടെ ബാവർച്ചി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു 5 കിലോമീറ്ററുള്ള നമ്മുടെ റൂമിലേക്ക് സംഭവം. അപ്പോൾ നമ്മൾ ഊബറിൽ നോക്കിയപ്പോൾ ചുമ്മാ എന്തിനാണ് കാർഡ് എടുക്കാന്ന് വിചാരിച്ച് ഊബർ ഓട്ടോ നോക്കിയപ്പം 77 രൂപ കാണിച്ചു. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒരു ഓട്ടോ വന്നു. 5 കൂടുതലായി. അതെ, അതായത് പുള്ളിക്കാരനായത് 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് നിന്നാണ് ഇങ്ങോട്ട് വന്നത് നമ്മളെ പിക്കപ്പ് ചെയ്യാനായിട്ടല്ലേ. അങ്ങനെ വന്നിട്ട് ആ ഓട്ടോയുടെ ഗതി ദൂരെ ഓട്ടോ കാര്യം 77 രൂപ ആലോചിച്ചപ്പോൾ മനസ്സിലായി ഏകദേശം ഇത് നല്ല പുത്ത ഓട്ടോ ആയിരിക്കും. ആ ഓട്ടോയുടെ ചെറിയൊരു ബൈറ്റ് നമ്മൾ കാണിച്ചത് കോമഡി. ആ പുള്ളിക്കാരൻ ഒരു 10-60, ഡ്രൈവർ അടിപൊളിയായിരുന്നു. അതിന് പുള്ളിക്കാരനൊരു 60 വയസ്സിന് വെളിയിലുണ്ട്. അയ്യോ, ആ ഓട്ടോയെ എടുത്തിട്ട് പീഡിപ്പിക്കുന്ന കയറി മാറ്റുന്നത്. അതാണ് ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയൊരു വീഡിയോ ആണ്, അങ്ങനെ വലിയ എന്തെങ്കിലുമൊക്കെ കാണിക്കാമെന്ന രീതിയിൽ. പക്ഷെ നമ്മൾ NTR പാർക്കും ആ ബുദ്ധയുടെ സ്റ്റാച്യു അവിടെ പോകാൻ. പക്ഷേ അവിടെ കൂടെ ലേക്കിൽ കൂടെ പോകുമ്പോൾ ഇതിൻ്റെ പൊന്നെ ഒടുക്കത്ത നാറ്റം. അവിടെ കൂടെ പോയാൽ നമ്മൾ വെറുതെ കാറിൽ കൂടി പോയപ്പോൾ തന്നെ നാറ്റം കൊണ്ട് ഇരിക്കാൻ വയ്യ. അപ്പോൾ പിന്നെ എന്തായാലും നിങ്ങൾ അറിയാമല്ലോ, അവിടെ പോയി വെറുതെ പാസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇരിക്കാൻ വയ്യ. അപ്പോൾ പോയി അവിടെ ഇരുന്നാൽ ഒരു രക്ഷയും കാണില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതങ്ങ് വിട്ടു. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നോക്കി നോക്കും. പക്ഷേ സമയം കാണില്ല, അതാണ് വേറൊരു കാര്യം. നാളെ നമ്മൾ ഉടനെ തിരിച്ചു വരികയാണ്. അപ്പം അതാണ് സംഭവം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.